ഇന്ന് EP നടത്തിയ പ്രതികരണം മുകേഷിനെ ന്യായീകരിക്കുന്നതാണ് എന്ന് പറയുമ്പോഴും കോൺഗ്രസിന് 2 MLA-മാർക്കെതിരെ സമാന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർ ആദ്യം രാജിവെക്കട്ടെ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം മുകേഷിനെതിരെ നടന്നിരുന്നു. യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ പ്രതിഷേധത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു, കോൺഗ്രസും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അല്പം പിന്നോക്കം മാറേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഈ പ്രശ്നങ്ങൾ അവരെ കൂടുതൽ പ്രതിസന്ധിയിൽ പെടുത്തിയിരിക്കുകയാണ്. കാരണം സമാന ന്യായീകരണം ഉയർന്ന 2 പേർക്കെതിരെ ആദ്യം നടപടിയെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ CPM-ൻ്റെ നിലപാട്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ CPM തുറന്നു സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, രാജിവെക്കാൻ മതിയായ കാരണമുണ്ട് എന്നുകൂടിയാണ്. പക്ഷെ ഒരു കുട്ടി നടത്തുന്ന വാശിയോടുകൂടി ആദ്യം അവർ രാജിവെക്കട്ടെ, അതിനുശേഷം മുകേഷ് എന്ന രീതിയിലേക്കാണ് ഇന്ന് EP-യുടെ പ്രതികരണവും. രാജീവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാജീവ്, ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ച വിഷയം, അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യം അവർ രാജിവെക്കട്ടെ, എന്നാൽ മുകേഷ് രാജിവെക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നിൽ നടന്നോളൂ, ഞങ്ങൾ പിന്നിൽ വന്നോളാം. അതായത് 2 തെറ്റുകൾ 2 ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് പരോക്ഷമായി അദ്ദേഹം സമ്മതിക്കുകയാണ്, EP ജയരാജൻ സമ്മതിക്കുകയാണ്. മറുവശത്ത് മുകേഷിന് രാജി ആവശ്യവുമായി വലിയ പ്രതിഷേധവുമായി വന്ന കോൺഗ്രസിന് ഈ ആരോപണത്തോടെ, അതായത് അന്ന് എടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്കം പോവേണ്ട അവസ്ഥ. അതേസമയം തന്നെ നമുക്കറിയാം, ഈ കോൺഗ്രസ് MLA-മാർക്കെതിരെ പീഡന പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ അന്ന് CPM സ്വീകരിച്ച നിലപാട്, മിക്കവാറും എല്ലാ നേതാക്കന്മാരും മാധ്യമങ്ങളെ കാണുകയും ആ MLA-മാരുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു പരാതി, ഒരു ആരോപണം ഉയർന്നു വന്ന സ്ഥിതിക്ക് ധാർമ്മികമായി അവർ രാജിവെക്കുകയാണ് വേണ്ടത് എന്ന വാക്കുകൾ തന്നെയാണ് അന്നവർ ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ മുന്നിൽ നിങ്ങൾ നടന്നോളൂ എന്ന നിലപാടിൽ കൂടെയാണ് ഈ വിഷയം 2 പാർട്ടിയിലും, കോൺഗ്രസിലും CPM-ലും ഇപ്പോൾ പ്രതിസന്ധി കൊണ്ടുവന്നിരിക്കുകയാണ്. വീണ, തീർച്ചയായും ഈ 2017 പ്രധാനമായും ഈ കോവളം MLA കൂടിയായ M. വിൻസെന്റിനെതിരെ ഒരു വീട്ടമ്മ പരാതി നൽകുന്നത്. തന്നെ വിവാഹ വാഗ്ദാനം ഉൾപ്പെടെ നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു പരാതി. ഇതിനെ തുടർന്ന് M. വിൻസെന്റ് MLA പോലീസ് അറസ്റ്റ് ചെയ്യുകയും 1 മാസത്തോളം M. വിൻസെന്റിന് ജയിലിൽ കഴിയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. 2022 എൽദോസ് കുന്തപ്പള്ളിക്കെതിരെ സമാനമായ രീതിയിലുള്ള കേസ് വരുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും അദ്ദേഹം പിന്നീട് മുൻകൂർ ജാമ്യം തേടിയിരുന്നു. ഏതായാലും ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് 2 പേർക്കെതിരെയും ഉണ്ടായത്. പരാതികൾ ഉണ്ടാവുകയും കേസെടുക്കുകയും M. വിൻസെന്റിന് 1 മാസത്തോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് LDF പ്രധാനമായും ഈ 2 MLA-മാരും രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. മാത്രമല്ല, ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ CPM-ന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. MLA-മാർ രാജിവെക്കണം, ധാർമ്മികമായി MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നായിരുന്നു പ്രധാനമായും അന്ന് CPM-ഉം ഇടതുമുന്നണിയും ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ രാജിവെക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ അത് കോടതിയിൽ നിയമപരമായി നേരിടും. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ രാജിയുള്ളൂ എന്നായിരുന്നു കോൺഗ്രസിന്റെ ആ ഘട്ടത്തിലുള്ള നിലപാട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ കോൺഗ്രസിലും UDF-ലും ഒക്കെ നടന്നതുമാണ്. പ്രത്യേകിച്ച് M. വിൻസെന്റ് 1 മാസത്തോളം ജയിൽ കഴിയേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ ഘട്ടത്തിൽ വളരെ വലിയ സമരങ്ങളിലേക്കായിരുന്നു ഇടതുമുന്നണിയും CPM-ഉം ഒക്കെ നീങ്ങിയിരുന്നത്. എന്നാൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു കാരണവശാലും രാജിവെക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. രാജിവെക്കണമെന്ന ഒരു ആവശ്യം കോൺഗ്രസിനെ മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇടതുമുന്നണിയും അതുപോലെ തന്നെ CPM പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, നേരത്തെ ആരോപണം വരികയും കേസ് വരികയും ചെയ്ത 2 MLA-മാരും കോൺഗ്രസിന്റെ MLA-മാരും ആദ്യം രാജിവെച്ച് മാതൃക കാണിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇന്ന് EP ജയരാജൻ മുന്നോട്ട് വെച്ചത്. അത് കോൺഗ്രസിനെ പൂർണ്ണമായും വെട്ടിലാക്കുന്നതാണ്. കാരണം അവർക്കെതിരായ കേസ് തുടർ നടപടികളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാജി ആവശ്യമാണ് എന്ന് CPM പറയുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള സമരങ്ങൾ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ സമരപത്ത് വളരെ പിന്നിലേക്ക് പോയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രാജി ആവശ്യം മുകേഷിന്റെ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നില്ല. നിലവിൽ BJP-യുടെയും അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ആ ഒരു ആവശ്യത്തിൽ നിന്ന് പതിയെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇത് മുതലെടുത്തുകൊണ്ടാണ് CPM-ഉം രംഗത്ത് വന്നിരിക്കുന്നത്. 2 MLA-മാർക്കെതിരെ ഉയർന്നത് ഗുരുതരമായ
ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് പോകുന്നു. ഇതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ജാമ്യം പോലും കിട്ടാതെ 1 മാസത്തോളം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് എം വിൻസെന്റിന് ജാമ്യം കിട്ടുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും സമാനമായ കേസുണ്ടാവുകയും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലൊന്നും രാജി വെക്കാതെ കോൺഗ്രസ് എംഎൽഎമാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന നേതൃത്വം ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്നതിൽ സാങ്കേതികത്വമാണ് ഇന്ന് ഇ പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇത് മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും നിലവിൽ CPM-ന്റെ തീരുമാനം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ ആയാലും CPM-ന്റെ ആയാലും ഇത്തരത്തിലുള്ള പീഡന പരാതികൾ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം CPM നേതൃത്വം സ്വീകരിച്ചു വരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. CPM കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷിനെ തള്ളി പറയുന്നു എന്ന് പറയുമ്പോഴും അത് CPM-ന്റെ മൊത്തത്തിലുള്ള ഒരു നിലപാടായി കണക്കാക്കാൻ കഴിയില്ല. കാരണം മുകേഷ് ആദ്യം കൊല്ലം ജില്ലയിൽ മത്സരത്തിന് വരുമ്പോഴുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് CPM ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ മുകേഷിനെ എതിർത്തിരുന്നു. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നൊരു ആവശ്യമായിരുന്നു CPM കൊല്ലം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ പിന്നീട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്തേക്ക് എത്തുകയും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിളിച്ചു ചേർത്ത ശേഷമാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതിൽ കടുത്ത എതിർപ്പ് CPM ജില്ലാ നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയൻ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ് ആ എതിർപ്പ് ഇല്ലാതായത്. പിന്നീട് 2ാം തവണയും മുകേഷിന് സീറ്റ് നൽകുമ്പോൾ ഇതേ ആവശ്യം തന്നെ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യമായി പോലും മുകേഷിന് സീറ്റ് നൽകരുത് എന്ന ആവശ്യം CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി ഇതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാവുക. മുകേഷ് രാജിവെക്കണോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. ഏതായാലും CPM സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധിക്കുകയാണെങ്കിൽ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോഴും MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ ആ ഒരു നിലപാട് ഇ പി ജയരാജനില്ല. അതിന് അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസിന്റെ 2 MLA-മാർക്കെതിരെ പരാതികളുണ്ട്. ആ പരാതികളിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ കേസുണ്ട്, ആ കേസുകൾ എന്തുകൊണ്ട് നടപടികളിലേക്ക് പോകുന്നില്ല, അവർ എന്തുകൊണ്ട് രാജിവെച്ച് മാതൃക കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇ പി ജയരാജൻ ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി.